Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000. സീക്രട്ട് ആയിട്ട് ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലക്സർ പ്രസൻസ് മൈജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്. അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എത്തിയിട്ടുണ്ട്, കൂടെ നമ്മുടെ മാളൂട്ടി എത്തിയിട്ടുണ്ട്. മാളൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാളൂട്ടി ഇന്ന് കുറെ സീക്രട്ട് ഒക്കെ ആയിട്ടാ വന്നിട്ടില്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ് എന്തൊക്കെ സീക്രട്സ് ആണ് റിവീൽ ചെയ്യാൻ പോണേ എന്നൊക്കെ നോക്കാം. ലക്ഷ്മി ചേച്ചി ഇല്ലാത്ത കഥ ലക്ഷ്മി ചേച്ചി വിചാരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടുന്നുണ്ട്. സ്ക്രിപ്റ്റിന്റെ പുറത്തായിട്ട് കുട്ടീന്റെ ഡയലോഗ്സ് ഇടാണ്. ഓക്കെ, ഏത് പാട്ടാ പാടണേ? ഒരു പാട്ട് തന്നെയാണ്. ഏതിലത്തെ? RDX ഉദ്ദേശിച്ചത് ഡി വിഴുങ്ങിപ്പോയി. അതാണോ? ഓ ഐ സി, RDX. അപ്പം ഞാൻ എന്റെ തെറ്റിദ്ധാരണ മാറ്റണം. അങ്ങനെയല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയില്ല. ഞാൻ RDX ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഞാൻ ആദ്യം വന്നപ്പോഴും RDX ഒരു പാട്ട് തന്നെയാണ് പാടിയത്. എനിക്ക് നല്ല സംസാരിക്കാൻ പറ്റണേ. അതെനിക്ക് പണ്ടേ ഞാൻ സംസാരിച്ചു. അപ്പൊ RDXലെ പാട്ട് ഞങ്ങള് പാടാൻ പോവാ. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നെ? ഞങ്ങള് കൊറേ വട്ടം കണ്ടിരുന്നു RDX. ശരിക്കും? കൊറേ വട്ടം. അതെന്താ കൊറേ വട്ടം കണ്ടേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാന്ന് വെച്ചാൽ ഞാൻ RDX പറയുള്ളൂ. ആണോ? അടിപൊളി. അപ്പൊ മാളൂട്ടിക്ക് ലാലേട്ടന്റെ പടത്തിൽ ചോദിച്ചാല് പുലിമുരുകനും ബ്രോഡാഡിയും ഇഷ്ടം. പുലിമുരുകനും ബ്രോഡാഡിയും. ശരി. പിന്നെ ലാലേട്ടന്റെ പടം കൊറേ വലിയ ഇഷ്ടം. ആണോ? ലാലേട്ടന്റെ ഫാനാ. എന്നൊന്ന് ലാലേട്ടനെ കാണട്ടെ. ലാലേട്ടൻ വരെയാണ് സ്റ്റാർ മാജിക്കിലെ. ലെറ്റ്സ് വെൽക്കം ശ്രീ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ. ഹലോ ലാലേട്ട, ഹായ്. അപ്പോഴും ലാലേട്ടൻ ക്യാരക്ടറല്ല. വരൂ ലാലേട്ട പ്ലീസ്. ഈ കുഞ്ഞു ലാലേട്ടനെ സമ്മതിക്കണം അല്ലേ? ഇനി പോമോനെ ദിനേശാന്നും കൂടെ പറയോ? പോകുമ്പോ പറയാം. പോകുമ്പോ ഈ ലാസ്റ്റ് പറയുമ്പോ ഒരു രസമല്ലേ? അല്ല, കുട്ടി പോടില്ലല്ലോ. അല്ല സോറി, ലാലേട്ടൻ പോടില്ലല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ കൂടെ ഉണ്ടല്ലോ. എന്ന് വെച്ചാല് പരിപാടി തീരുമ്പോ ലാസ്റ്റ് ഇത് സ്വന്തം സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ കുട്ടിയാണ്. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ കുട്ടി ലാലേട്ടനെ കാണാനായിട്ട് പ്രേക്ഷകരോട് പറയണത്, നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കാണണം. ക്ലൈമാക്സിലായിരിക്കും പോ മോനെ ദിനേശ എന്ന് പറയാൻ പോണത്. ഞാനല്ല, നമ്മുടെ മാളൂട്ടി. ശരി, അപ്പളേ RDXലെ പാട്ട് ഇപ്പോഴാണോ പാടണേ പിന്നെയാണോ പാടണേ? ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ, അവരെ നിർത്തി കൊതിപ്പിച്ച് പാടിപ്പിക്കാം. ഓക്കേ, അപ്പൊ ഇതിലെ സ്റ്റാർ മാജിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. We welcome you to Star Magic. എല്ലാവർക്കും വെൽക്കം. അഹങ്കാരം പാടില്ല കേട്ടോ. ആർക്കാ? ഒന്നുള്ളവന് അല്ല, ഒന്നിൽ കൂടുതലുള്ളവനെ കൊടുക്കണം. ഒരു മിനിറ്റ്, ചെവിയില് പറഞ്ഞത് പോയി. കണക്ഷൻ അല്ലല്ല, ഞാൻ കണക്ഷൻ ശരിയാക്കി തരാം. ഇനി പറയൂ. ഞാൻ ആ ചെവിയുടെ കാര്യം തന്നെ പറഞ്ഞേ. ഈ ചെവി എന്തോരം കമലാ നോക്കിയത്. ഇത് ഒരെണ്ണം പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ പാടുള്ളത്. എന്റെ ചെവിയിലും ഉണ്ട്, ചേട്ടന്റെ ചെവിയിലും ഉണ്ട്. എന്റെ ചെവിയില് കമ്മലാണെങ്കിൽ ചേട്ടന്റെ ചെവിയിൽ ഇന്നിയർ ഉണ്ട്.
സുമക്ക് ഒരു പരാതിയുണ്ട്. എന്താ സുമേ? എൻട്രിയില് ഡാൻസ് കളിച്ചപ്പോൾ ക്ലാസ് വെച്ചില്ലെന്ന്, ഒന്നും കൂടി എടുക്കാൻ പറ്റുമെന്ന്. ക്ലാസ് വെച്ചില്ല? സ്കൂളിംഗ് ക്ലാസ്. എത്രാം ക്ലാസ്സാ? എത്താം ക്ലാസ് ഒക്കെ ചോദിക്കല്ലേ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് വന്ന് നിങ്ങളോട് വരുമ്പോഴേ ഒരുപാട് സമയം എടുക്കും. നമ്മള് തമ്മിലൊരു സീക്രട്ട് പറയട്ടെ, ഇവിടുത്തെ ആർക്കും ലാലേട്ടൻ ചെയ്യാൻ അറിയില്ല. ഷേം പപ്പി ഷേം ചോദിച്ചു നോക്കോ, അറിയോന്ന്? അറിയോ? ഇല്ല. നമുക്കേ ഇനി വരാൻ പോണ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം ലാലേട്ടനെ ചെയ്യാൻ അറിയോന്ന്. ഗസ്റ്റിനും അറിയില്ല എന്ന് പറഞ്ഞാലോ? ചോദിക്കാം നമുക്ക്. എന്തായാലും സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആക്ട്രസ് ദിവ്യ ഉണ്ണിയാണ്. അപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായി മാറിയതാണ്. വളരെ സ്നേഹത്തോടുകൂടി ലെറ്റ്സ് ഇൻവൈറ്റ് ദിവ്യ ഉണ്ണി. തിലകമാണ് വന്ന് നിൽക്കുന്നത്. ഞങ്ങളെ പോലെ തന്നെ, നമ്മളെ പോലെ തന്നെ. ഞങ്ങളെ പോലെ കവി എന്താ ഉദ്ദേശിച്ചത്? രണ്ട് തവണയല്ലേ കലാതിലകായിട്ടുള്ള? യെസ്. ഒന്ന് പിന്നോട്ട് പോകുമ്പോ എന്തൊക്കെ ഓർമ്മകളാ വരണേ? ആ ബാക്ക് സ്റ്റേജ് മെമ്മറീസ്, ഏതൊക്കെ ഐറ്റംസ് ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്? ഡാൻസ് ഐറ്റംസ് ആയിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, പിന്നെ കവിത. അതാണ് ഡാൻസ് മാത്രം പോരാ കലാതിലകാവണമെങ്കിൽ. കവിത എനിക്ക് ഉദ്ദേശം മനസ്സിലായില്ല. കവിത ഉണ്ടായിരുന്നില്ല കേട്ടോ. കവിത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കല മാത്രമേ ഉണ്ടായിരുന്നു. ബിനീഷ് ബാസിനെ കലാതിലക എന്ന് പറഞ്ഞപ്പോഴേ തിലകന്റെ മകളായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പോകരുത് പോകരുത് പോകരുത്. ഇനിയും വല്ല സാധനങ്ങളും നമ്മൾ പിടിച്ചു നിൽക്കണം. ഭയങ്കര എന്താ പറയാ, സാരിയില് ഭയങ്കര സുന്ദരിയായിട്ടിരിക്കണം. ഭയങ്കര ആഢ്യത്വം. അങ്ങനെ ഒരാളെ ഞാനത് പാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ. ഇഷ്ടായോ? കുട്ടിക്ക് ഇഷ്ടമാണോ സാരി? മാച്ചിങ് ആണല്ലോ. നിങ്ങള് മാച്ചിങ് ആണ്. ഞങ്ങള് മാച്ചിങ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കപ്പലണ്ടി കവറാണ്. ഒരു dancer ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി എടുക്കാനാണ്? സാരിയാണ് ആദ്യം തൊട്ടേ. ആദ്യത്തെ ചിത്രം തൊട്ടും അതിനു മുമ്പും ഒക്കെ മോഡലിങ്ങിനും ഒക്കെ സാരി. പക്ഷെ സാരിയിൽ ഒരഴകാണല്ലേ പിന്നെ ഒരു സമയത്ത് ആങ്കർ ചെയ്യുമായിരുന്നു ചേച്ചി. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉടുത്തു കണ്ടിട്ടുള്ളത് സാരിയാണ്. സാരിയാണ്. അതെ അതെ. ശരിക്കും പറഞ്ഞാ കൈവയ്ക്കാത്ത മേഖലകളില്ല. അയ്യോ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിലൊക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ സുരേഷ് ഗോപി സാറ്, മമ്മൂട്ടി സാറ്, ദിലീപേട്ട അങ്ങനെ ലീഡ് ആക്ടേഴ്സിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്നത് ആരൊക്കെയാണ്? ഒരാളെ പറയണ്ട, ആ ലിസ്റ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? എല്ലാവരുടെ കൂടെയും അന്ന് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. എൻ്റെയൊക്കെ ആ കരിയർ സമയത്ത് എനിക്കൊക്കെ ഭാഗ്യമാണ് ഇപ്പോൾ ഭരതൻ സാറിൻ്റെ, ലോഹി അങ്കിളിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ്സ്. സോ അവരെയാണ് എപ്പോഴും മനസ്സിലേക്ക് ഓടി എത്തുന്ന മുഖങ്ങൾ. ഇപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡിലും കാരുണ്യത്തിലെ പാട്ട് പാടിയപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ലോഹി അങ്കിളും ആ വീടും ഭരതൻ സാറിൻ്റെ, പിന്നെ മുരളി അങ്കിൾ. എന്തോ ഭാഗ്യം മലയാളം ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടും ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ടും നമുക്ക് കിട്ടുന്ന ആ ഒരു, അത് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും. കാരണം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ക്രിപ്റ്റ്സ് ആണ്. ഇപ്പോഴൊക്കെ അതിലും റിയൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ്. ചേച്ചി ചുരത്തിൽ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അല്ല, ചുരത്തിലും മലയല്ലേ ഉണ്ടാവണം. മിണ്ടരുത് കേട്ടോ. അന്നത്തെ സിസ്റ്ററിന്റെ കറണ്ട് ചുരത്തിൽ അത് കട്ട് ചെയ്ത് കളയാനുള്ളതാ. ചുരത്തിന്റെ എക്സ്പീരിയൻസും ക്രെഡിറ്റും അതൊക്കെ ഭരതൻ സാറിന്റെ സ്കൂളിലെ എക്സ്പീരിയൻസ് ആണ്. വേണു അങ്കിൾ ആണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം റെഗുലർ ലൈഫ്. എല്ലാ ദിവസവും ഞങ്ങളുടെ യാത്ര ഒരു 1.5 മണിക്കൂർ കാറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള സെറ്റും പിന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എ ലേഡീസ് ലൈഫ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ കല്യാണത്തിന് മുൻപ്, പിന്നെ ആസ് എ ഹൗസ് വൈഫ്, പിന്നെ ആസ് എ മദർ, അതെല്ലാം കവർ ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു.
പക്ഷേ ഞാൻ ജസ്റ്റ് ഈ കുട്ടികൾ ക്ലാസ്സിൽ പോയി ഹോംവർക്ക് തരും, അത് ചെയ്യും. മനോജേട്ടൻ്റെ കൂടെ ആക്ച്വലി എൻ്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു അത്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭരതൻ സാറിൻ്റെ വർക്ക് ചെയ്യുന്നത് തന്നെയായിരുന്നു. ഇവർ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനവിടെ പോയി കഥ കേൾക്കാനിരിക്കും. അവർ വൈശാലിയുടെ കഥകൾ പറയും. അങ്ങനെ മധു സാർ എല്ലാവരും അവരെ ഒന്നിച്ച് എന്തൂരം പടങ്ങളാണ്. അപ്പം ലളിതാൻ്റെയും വന്നിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ചുരം എന്ന് പറയുന്ന ആ ഒരു സിനിമ അത് ചേച്ചിയുടെ ലൈഫിൽ വലിയൊരു ബ്രേക്ക് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ലൈക്ക് അത്രയും ട്രൂലി അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. മനസ്സിലായോ? ആക്ട്രസ് കുറച്ച് നാളായി കണ്ടിട്ട് മനസ്സിലായോ? സത്യം പറഞ്ഞോളൂ കേട്ടോ, പണ്ടത്തെ ചായക്കടയിൽ ഒരുമിച്ച് ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട്, ചുരത്തിലുണ്ട്. മനസ്സിലായില്ല? എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ വന്ന് പറഞ്ഞു തരണ്ടേ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു സ്ക്രൂ തരാം. എന്താ നിന്റെ സ്ക്രൂവോ? നിന്റെ തലേന്ന് അഴിഞ്ഞു പോയതായിരിക്കും. ഇവിടെ സ്ക്രൂ അല്ല, ഗസ്റ്റ് നിൽക്കണ്ടില്ലേ? ക്ലൂ ക്ലൂ. മനസ്സിലായി മനസ്സിലായി. നമ്പറായിരിക്കും. അത് ആദ്യം ആ കൊച്ചു എന്നെ കണ്ടുപിടിക്കട്ടെ. കൊച്ചു കണ്ടുപിടിക്കാനാണെങ്കിൽ 15-ന്റെ ബാറ്ററിയുള്ള ടോർച്ച് വെച്ചിട്ട് അടിച്ചു നോക്കണം, എന്നാ കണ്ടുപിടിക്കാൻ പറ്റും. അതെ അതെ അതെ. ലൈറ്റ് ചെയ്യുന്നവരെ ആ മെർക്കുറി ലൈറ്റ് ഇങ്ങോട്ടൊന്ന് അടിക്കോ. കാരണം എനിക്ക് വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ഈ ആളിനെ കാണാൻ പറ്റുന്നില്ല. ഞാനൊരു ക്ലൂ തരാം. ശ്രദ്ധിച്ചോളൂ. വനത്തിലില്ല, ചുരത്തിലുണ്ട്. മലയണ്ണാൻ. നിങ്ങൾ തുലയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അടിവാരത്തിലില്ല, ചുരത്തിലുണ്ട്. ഉടുമ്പ്. ഇനി ഒരു ക്ലൂ കൂടെ തരാം. ചുരത്തിലുണ്ട്, കാട്ടിലില്ല. കരിങ്കുരങ്ങ്. ഞാൻ വന്നത് ആരാ ഫിഗറാണെന്ന് അറിയാമോ? ആരാ? ആ ഫിഗറാണ്. മനോജ് കെ ജയൻ. ചുരത്തിലെ മനോജ് കെ ജയൻ. പറഞ്ഞാലേ പക്കാ ഫിഗർ ഞാൻ ചെയ്തില്ല. എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പുള്ളിക്ക് ഈഗോ അടിക്കണമെങ്കില. ഈഗോയല്ല, പുള്ളി നേരിട്ട് വന്ന് നിന്നെ അടിക്കും. കൂടെ അഭിനയിച്ചിട്ടുള്ള ആളെടുത്ത് ചോദിക്കാം, എന്താ തോന്നി? ഈഗോ നമ്മൾ ഒരുമിച്ച് ചായക്കടയിൽ നിന്നിട്ടുണ്ട്. അല്ല, പാട്ട് വെച്ച് വന്നപ്പോ അതെ, പാട്ട് വെച്ച് വന്നപ്പോ കറക്റ്റ് അല്ലേ? അല്ലല്ല, നോക്കട്ടെ എങ്ങനെയാണ് കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായി അല്ല, കാര്യങ്ങളൊക്കെ അന്നത്തെ പോലെ അല്ല. അന്ന് പിന്നെ ഞാൻ ഒരുപാടൊക്കെ ഇത് ഇരുത്തം വന്ന കലാകാരനായി ഇപ്പൊ ഇങ്ങനെ. ഇത് ചുരത്തിന്റെ താഴെ പെട്ടിക്കട ഇട്ടോ അല്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കാരണം എനിക്ക് എന്നെ ആ ഫിഗർ വേട്ടയായിരുന്നു. അടുത്ത് നിൽക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ആ ചുരത്തിലെ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വേട്ടയാടും അല്ലേ? പിന്നെ ഓർമ്മയുണ്ടോ നമ്മൾ അന്ന് ആ ചുരത്തിലെ ആ ഷൂട്ടിങ്ങും മറ്റു ബന്ധപ്പെട്ടൊക്കെ ഓർമ്മയുണ്ടോ? ഹോട്ടലിൽ നമ്മൾ പൊറോട്ട അടിക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, ആ ഒരു ബന്ധങ്ങളൊക്കെ. ഇനി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഞാൻ ചുരത്തിലെത്തി എന്നൊരു ഡയലോഗ് കിട്ടുന്നില്ല. എങ്ങനെയാണ് ഈ ചുരത്തിലേക്ക് എത്തിയത്? ഇപ്പൊ കറക്റ്റാ. എന്നാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. എനിക്ക് പൊറോട്ട അടിയാണല്ലോ ജോലി. നാട്ടിലെ വിതിരയിൽ എനിക്ക് പൊറോട്ട അടി, ദോശ ഉണ്ടാക്കാണ് ജോലി. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഭരതൻ സാറിന്റെ കോള് വരുന്നു. ഭരതൻ സാറിന്റെ കോളാ? അതിപ്പോ പറയുമ്പോഴും എനിക്ക് എന്റെ കാല് പറയുന്നു. ചുരത്തിന്റെ ഷൂട്ട് കിടക്കുന്നു, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഭരതൻ സാറ്? അതെ അതെ അതെ. ഭരത് സാർ എന്ന് പറഞ്ഞപ്പോ ഞാൻ കയറി വന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അഭിനയിക്കാനായിരുന്നു. പക്ഷെ എന്നെ വിളിച്ച ഭരതാനെ വിളിച്ചത്. ഞാൻ കേട്ടത് ഭരതൻ സാർ എന്നാ. എന്നെ വിളിച്ചത് ആരോ വിളിച്ചത്, ഏതോ സാറ് എന്നെ വിളിച്ചിട്ട് എന്നെ ഭരതാനെ വിളിച്ചത്. എന്ത് ഭരതാൻ? ചപ്പാത്തി പൊറോട്ടൊക്കെ. അങ്ങനെ ഭരതൻ സാറല്ല വിളിച്ചത്, ഭരതാനാണ് വിളിച്ചത്. അതിനുശേഷം അപ്പൊ പിന്നെ ഞാൻ ഹോട്ടലിലുള്ള ജോലി, നമ്മൾ ആ ഓർമ്മകളൊക്കെ അങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഹോട്ടലിൽ നിൽക്കുമ്പോഴുള്ള വേറെ പ്രത്യേകം അറിയാം. നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കാട് ഏരിയല്ലേ, പാത്രം കഴുകുന്ന ഒരു കൊരങ്ങന. അപ്പൊ പൊറോട്ടയും ചപ്പാത്തി പരത്തലും കഴിഞ്ഞതിന് ശേഷം നീ എപ്പ ഈ പാത്രം കഴുകും? ആളില്ലളിയ. നിങ്ങൾ ഏത് കാട് കയറിയൊക്കെ പോകുന്നത് അങ്ങനെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പെട്ടെന്ന് മനസ്സിലാകാത്തത്, ഷൂട്ട് കഴിഞ്ഞ് നിങ്ങൾ പോയ സമയത്ത് ഒരു ഉരുളുപൊട്ടലുണ്ടായി. കാരണം ആ ഉരുളുപൊട്ടലിൽ പെട്ടാണ് ഞാനിങ്ങനെ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത. എങ്ങനെയുണ്ട് ഫിഗർ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നിലത്ത് പിടിച്ച് വരയ്ക്കാൻ തോന്നുന്നു. ഏതാണ് ഫിഗറേ? എങ്ങനെയുണ്ട് ആ ഫിഗറിനുള്ളത്? അപ്പൊ എന്റെ ഫിഗറിന് മാർക്ക് തന്നെ കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് പോയിരുന്നു. മാർക്ക് എന്നില്ലെങ്കിൽ എന്റെ പേട്ട് തല ഒരെണ്ണം തന്നാലും മതി. ഞാൻ മനോജ് കെ ജയന് എന്തെങ്കിലും സാമ്യമുണ്ടോ? ദൈവമേ, അച്ചില് വാർത്ത പോലെയാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. ടീച്ചറാണ്. അച്ഛന് വാർത്തിട്ട് അച്ഛ പിടിച്ച് ഇങ്ങനെ മേളിലേക്ക് താത്തി. നമ്മൾ ഓരോരുത്തരും കലാവാസനെ പ്രോത്സാഹിപ്പിക്കണം. അതും ഒരു ടീച്ചറിന്റെ കടമയാണ്. ടീച്ചറെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എനിക്ക് ചേച്ചി കണ്ടിട്ട് പോയാൽ മതി. കാരണം മേഡത്തിന് അങ്ങനെ തോന്നിയില്ല. കാരണം ഇത് ഫിഗർ കഴിഞ്ഞാൽ ഇവരെന്നെ ഇവിടെ ആയിട്ട് വലിച്ചഴക്കാണ് ചെയ്യുന്നത്. അപ്പൊ മേഡം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 100-ൽ 100 പറഞ്ഞ 100-ൽ 100 തെറിയനായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഇതിനേക്കാളും ഞെട്ടുന്ന ഒരു സാധനമായിട്ട് ഞാൻ വരാൻ സാധ്യതയുണ്ട്. അല്ലല്ല, മോട്ടിവേറ്റ് ചെയ്തിട്ടല്ലേ കണ്ടുള്ളൂ. മനോജേട്ടൻ എന്നാ പോയി. ഓക്കെ ഓക്കെ.
ഡബിൾ ഹാപ്പി. ഞാൻ ഇനി എങ്ങനെ ഈ ഫിഗർ എടുത്ത് എന്നിൽ നിന്ന് കളയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിഗറിനകത്ത് ആയിപ്പോയി. കാരണം ഇനി ഞാൻ പോകുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ചളികളൊക്കെ കേൾക്കാം ഇവിടുത്തെ ഈ ഭാഗത്ത്. താങ്ക് യു മനോജ് ചേട്ടാ. ചേട്ടാ ഓക്കെ മനോജ് ചേട്ടൻ വേറെ മൂഡിലാ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് അങ്ങനെ ഒരു സർപ്രൈസ് വന്നപ്പോ ഭയങ്കര സർപ്രൈസ്. ഇവിടെ ഇതൊക്കെ സഹിക്കുന്ന ആളുകളെയാണ് സ്ഥിരമായിട്ട് വിളിക്കുന്നത്. ചേച്ചി അത് സഹിക്കായിരുന്നില്ല, മോട്ടിവേറ്റ് ചെയ്യാണ്. 100-ൽ 100 മാർക്കാണ് ആ പോയ മനോജ് കെ ജയന് കൊടുത്തത്. അതെനിക്ക് സഹിച്ചില്ല. എന്തായാലും അങ്ങനെ വേണം ഒരു കലാകാരി. ശരി മാളൂട്ടി, ഇപ്പൊ വന്നത് ആരാ? നാട്ടിലെ കിട്ടൻ. മാളൂട്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാരും വന്നിട്ട് പാടിയാൽ മതി. കുട്ടിക്ക് RDX ഭയങ്കര ഇഷ്ടാ. RDXലെ പാട്ട് പാടാം. ഓക്കെ, റെഡി. നീലെ നിലവേ നിലവിനഴകെ താരമരികെ ചിരിയും ചിരിയെ രാവിലുയരാം ചിരവിനഴയാൽ തോമലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നെഞ്ചിലോർമ്മയാലേ 100 പൊൻകിനാവെന്നിലും നിന്നിലെന്നയാലേ. സൂപ്പർ. അപ്പളേ തൂവല് കുറച്ച് ഹൈപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. തൂവൽ അങ്ങ് പൊഴിച്ചങ്ങെടുത്തു. ഇത് ഞങ്ങളുടെ ഒരു മോനെ ദിനേശ ബാക്കിയുണ്ട്. അത് എപ്പിസോഡിന്റെ അവസാനമാണ്. ഞങ്ങൾ എപ്പോ എടുക്കില്ല. ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യൂണിവേഴ്സിറ്റീസ് അല്ലേ അവരൊക്കെ. ലാലേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ? ലാലേട്ടൻ്റെ വിനയം, പിന്നെ ലാലേട്ടൻ്റെ ഒരു ഓരയുണ്ട്. ഓരോ സീന് എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട്, എത്ര ഇൻറ്റൻസ് സീനാണെങ്കിലും അതേ മാത്രം സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്. എത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് മുമ്പിൽ നിൽക്കണമെങ്കിലും ഒരു ടെൻഷൻ അടിക്കാണ്ട് ഇത്രേ ഉള്ളൂ, ഇതൊക്കെ എന്താ എന്നുള്ള രീതിയിൽ അത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് അതങ്ങനെ ചെയ്യുന്നത്, വർക്കിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അതുപോലെ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജയറാമേട്ടന്റെ കൂടെ ഏറ്റവും ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തു. അതുപോലെ തന്നെ ജയറാമേട്ടന്റെ നായികയായിട്ട് കഥാനായകനിൽ ചെയ്തു. അത് വലിയൊരു ഭാഗ്യല്ലേ? ജയറാമേട്ടൻ്റെ കൂടെയാണ്. അപ്പൊ ജയറാമേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? പണ്ട് ഇത്രയും കുഞ്ഞിക്കുട്ടിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ജയറാമേട്ടൻ ഞാൻ കാലമരവായിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയറാമേട്ടൻ പറയും, അത് 1ാം ക്ലാസ്സിൽ ഈ കുട്ടിയും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആണ് പടം ചെയ്തിരുന്നത്, അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ വെറുതെ തമാശ പറയും. ഞാൻ ചേട്ടാ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ എന്ന് പറയും. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോൾ 1-ലായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരി, അപ്പളേ എന്തായാലും കഥാനായകനിൽ നമ്മളിങ്ങനെ കഥ വന്നെത്തിയപ്പോ കഥാനായകനിൽ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഞെട്ടണ്ട, പാടണ്ട, പാടിപ്പിക്കാം, ആളെ ഇറക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുക്കാം. ചേച്ചിയോട് പാടാൻ പറയുന്നു മിനിച്ചേട്ടാ. നമുക്ക് ആ കൊട്ടേഷൻ ഏറ്റെടുക്കാം. ചെയ്ത സിനിമകളെല്ലാം ഹിറ്റുകളാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതൊരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ചെയ്ത പടങ്ങളെല്ലാം തന്നെ, അതും വലിയ ചിത്രങ്ങളും അതുപോലെ അത് ഹിറ്റുമായിരുന്നു. അത് ഭയങ്കര വലിയ ശില്പികളുടെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. കഥാനായകനിലെ ആ ഒരു പാട്ട് ചേച്ചിക്കായിട്ട് വിൻചേട്ടാ ഒന്ന് പാടിക്കൊടുക്കോ. ധനുമാസ പെണ്ണിനു പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് ധനുമാസ പെണ്ണിനു പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് കണിവയ്ക്കും നേരം മിഴി പൊത്തി നിന്നെ കാണാനെന്നെ ഉണർത്തും ഉരുളിയും പൂവും പുടവയും പൊന്നും വാൽ കണ്ണാടിയും കാണാം കവിതേ പൂക്കണി കൊന്നയായി നീ മുന്നിൽ ഉലകത്തിൽ മുങ്ങുമ്പോൾ ഞാനുണരും ധനുമാസ പെണ്ണിനു പൂത്താലം മക
മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് താലികെട്ട് താങ്ക് യു മെമ്മറീസിലൂടെ ശരിക്കും ആ സീൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിട്ടോ ചേട്ടാ. ഭയങ്കര രസമായിട്ട്, അതായത് ജയറാമേട്ടൻ താലിയും ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ഈ പാട്ട് ഈ മലയാള ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ മലയാളം ഗായകർ കയ്യടി മേടിച്ചിട്ടുള്ള ഒരു പാട്ടത്. അത്രയും നല്ലൊരു പാട്ടാണ് അല്ലേ? മമ്മൂക്കയുടെ കൂടെയുള്ള മറവത്തൂർ കനവ് എക്സ്പീരിയൻസ്. മറവത്തൂർ കനവ് രണ്ടാമത്തെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. അതിന് മുമ്പ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. മറവത്തൂർ കനവ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം അത് പൊള്ളാച്ചിയിലെ ഷൂട്ടിങ്ങും പിന്നെ മമ്മൂക്കയ്ക്ക് അതിൽ വേറൊരു ലുക്കാണല്ലോ, ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കോംബോ ശരിക്കും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലിങ്ങനെ എന്താ പറയാ, എക്സസൈസ് ചെയ്യണ ഷോർട്സും പിന്നെ ആ ഒരു വലിയ ലോങ് ആയിട്ട് ഒരു കോഴിപിടുത്തം ഉണ്ട്. പിന്നെ കിണറ്റിന്ന് വെള്ളം കോരുമ്പോ ഇങ്ങനെയല്ല തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർ ഞങ്ങളെ ചാണ്ടി സാറിന്റെ മോളെന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുന്ന കുറെ രംഗങ്ങളുണ്ട് അതില്. പുഷപ്പ് പിന്നെ ആദ്യം വിശപ്പ്. പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിറ്റ് കളിക്കില്ല. അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ്. അല്ല അനുകുട്ടി ഇപ്പുറത്തല്ലേ നിക്കണേ? അത് കള 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 ആനിക്കുട്ടി മനസ്സിലാവുന്നില്ലേ? ഇവര് രണ്ടിനും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഞാനടുത്ത് കോട്ടയം രമേശ് ചേട്ടനായിരിക്കും. മേട ഒഴിച്ച് ലക്ഷ്മി ഒഴിച്ച് ബാക്കി ഇരിക്കുന്ന എല്ലാ കിഴങ്ങുകൾക്കും മനസ്സിലായില്ല. ഈ കുഞ്ഞിന് മനസ്സിലായി. ആ കുഞ്ഞ് ഇപ്പോഴും മക്കളെ ആരാണ് മാമ ആരാണ് മക്കളെ ഇങ്ങനെ ആക്കുന്നത് ആരാണ്? അപ്പൊ ഇതാരാണ്? പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ താഴെ വീണ് പൊട്ടും. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ണി ഉണ്ടോ? കൊള്ളാം കേട്ടാ, നല്ല കൗണ്ടർ. കൊള്ളാം, സൂപ്പർ. ഞാൻ ചാണ്ടി കണ്ട പാണ്ടിയാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ചാണ്ടി. ഞാൻ ഇവിടെ മറുവത്തൂരിൽ നിന്ന് വരെയാണ്. എന്നിട്ട് വെള്ളം ഉണ്ടാക്കി കിട്ടിയായിരുന്നോ? വെള്ളം കിട്ടിയായിരുന്നോ? മറുവത്തൂര് നിന്ന് വരെയാണ്. എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങളായിരുന്നു മേഴ്സി, എന്റെ എല്ലാമായിരുന്നു മേഴ്സി. മേഴ്സി അല്ല, അത് ആനയല്ലേ ഇത്? എനിക്ക് ഒരു അനിയനുണ്ട് മൈക്കിൾ, ഒരു കഥയില്ലാത്ത ചെറുക്കനാ. ഓ, അവന് കഥയില്ല, നിന്റെ കഥയിൽ കൗണ്ടറും ഇല്ല. ഇയാൾ പൊളിക്കാൻ വേണ്ടി നിൽക്കണം. നിങ്ങൾ ഈ പൊളിക്കാൻ വേണ്ടി തന്നെ നിൽക്കണം. ഇവിടെ സത്യം വിളിച്ചു പറയാൻ പാടില്ല മമ്മൂക്ക. പിന്നെ എന്നെ കോരസാറ് തിരക്കുന്നുണ്ട് അവിടെ. കോരസാറല്ല, പെട്ടെന്ന് പോകണം. കോരസാറ് തിരക്കുന്നുണ്ട്. കോരസാറും തിരക്കണ്ട, ഇത് കഴിഞ്ഞാൽ നിന്നെ ഇതിന്റെ ഡയറക്ടറും തിരക്കുന്നുണ്ട്. അതാരാണ്? എടുത്തു കളയാനായിട്ട്. അനുക്കുട്ടി വിളി കേൾക്കണു. കൈവാക്കുന്നപ്പോ ഒന്നാമത് ഞാൻ നിന്ന് ഉരുവാണ്. ഞാൻ നിന്ന് മെഴുതിരി ഉരു പോലെ ഉരുവാണ്. അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അതിനകത്ത് ഉണ്ണിയുണ്ടോ? ഇത് ആനിക്കുട്ടിയുടെ കോഴിയാണോ? കോഴിയാണോ? അതെ അതെ അതെ. ഇതിന് കാശ് വേണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഞാൻ വില പേശില്ല. കാരണം ഞാൻ കാശ് തരും. അനുകുട്ടി, പറയാത്തൊരു സാധനം ഞാൻ പറയാം. പ്രശ്നമാണ്. അനുകുട്ടി, പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അതിപ്പോ സ്കിറ്റും അതുപോലെ തന്നെയാണ്. സൂക്ഷിച്ച് നല്ലോണം കളിച്ചില്ലെങ്കിൽ ചിലപ്പോ 8 നിലയിൽ പൊട്ടും. അപ്പൊ എനിക്ക് തെറ്റ് മനസ്സിലായി. ക്ലൈമാക്സ് ഓൾറെഡി പറഞ്ഞു. അതായിരുന്നു വേണ്ടത്. ഒന്ന് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്ന് വിചാരിക്കായിരുന്നു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി അടുത്ത ഗസ്റ്റ് വരുന്ന സമയത്ത് ഇതുപോലൊരു കഴിപ്പണം കെട്ട വേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
അതിപ്പോ എങ്ങോട്ട് പോണേ? അപ്പൊ ഈ സ്കിറ്റ് പൊട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മനോജ് കെ ജയനും പൊട്ടി, 8 നിലയിൽ മമ്മൂക്കെ പൊട്ടിയിരിക്കുകയാണ്. സാരമില്ല, മ്യൂസിക് വന്നിട്ടാ പോകായിരുന്നു. അല്ല എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം. പോട്ടെ, 60 രൂപ. 60 രൂപ വേഗം പൊക്കെ, ഇവിടെ വെള്ളം കുറവാ. ഈ കൗണ്ടർ പ്ലാൻ ചെയ്ത് വെച്ചേക്കരുത്. അടിപൊളി. താങ്ക് യു തങ്കു. എന്തായാലും സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് ഇന്നും ദിവ്യചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക്, നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് വെൽക്കം യു പ്ലീസ്. ശരി, സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ ഭയങ്കര രസമുള്ള ഒരു ഗെയിമിലേക്കാണ് ഇനി പോവാൻ പോണേ കേട്ടോ. പോവാം. എനിക്കും ഗെയിം കളിക്കാൻ കൊതിയാ. ഇത് കഴിഞ്ഞിട്ട് ഒളിച്ചുകളി കളിക്കാം. ഓക്കെ, ഇത് സാറ്റ് പറയണം ഞാൻ വിളിക്കുമ്പോ. ഓക്കെ, അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മൾ കളിക്കാൻ പോണ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗെയിം എന്താന്ന് ഞാൻ പറഞ്ഞിട്ട് ഗെയിമിന്റെ പേര് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. 2 ടീമും ലൈക്ക് ഓപ്പോസിറ്റ് കളിക്കുകയാണ്. ഒരു ടീമിന് നമ്മളിതാ ഇങ്ങനെ 2 ലൈക്ക് ബാസ്ക്കറ്റ് പോലെ തരും. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പൊ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലൂ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാൽ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തത്തക്കപ്പി പോയിട്ട് ആൻഡ് അവിടെ കണ്ടോ ഒരു ലൈൻ ഇട്ടിട്ടുള്ള ആ ലൈനിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഗോളായിട്ട് ഓരോ ബോക്സ് നിങ്ങൾ പ്ലേസ് ചെയ്യണം തട്ടിയിട്ട്. അങ്ങനെ ഒരാൾ 2 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, സ്വിച്ച് ചെയ്യുക അടുത്ത ആളിലേക്ക്. അങ്ങനെ ഏറ്റവും ആദ്യം ഈ കംപ്ലീറ്റ് ബോക്സ് അവിടെ പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. അതായത് കാലില് ഈ ബോക്സ് നിങ്ങൾ ഷൂസ് ആയിട്ട് ഇടും. അതാണ് ഒരു ഫൈനൽ നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ടീം സ്വിച്ച് ചെയ്യണെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചെവിയിൽ കൊടുത്തിട്ട് സ്വിച്ച് ഇടൂലേ? അത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇയർഫോൺ പോലത്തെ സാധനം വെച്ചിട്ട് ബാർബർ സോപ്പ് വായിൽ കടിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വിച്ച് ഇടൂല. ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗെയിമിലുണ്ട്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഷൂസോ പൂസോ. തെറ്റിദ്ധരിക്കാം, പക്ഷെ നിങ്ങൾ ഞങ്ങള് ഷൂസ് ഇട്ട് കളിക്കും, തങ്കച്ചൻ പൂസായിട്ട് പോകും. അതിന് നോക്കാം. ഈ ഗെയിമിന്റെ പേര് ഞാൻ തന്നെ ഇട്ടതാണ്. അപ്പൊ ഷൂസോ പൂസോ എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിക്കാനായിട്ട് ഗെറ്റ് റെഡി. അദ്ദേഹം വേറെ ആരോ ഇട്ടാന്ന് ഓർത്തോട്ടെ എന്ന് ഓർത്തിരുന്നപ്പോ അല്ല ഞാൻ തന്നെ ഇട്ടതാന്നങ്ങ് പറഞ്ഞങ്ങ് അടി കിട്ടുമ്പോ ആരാണ് പൂസാണെന്ന്. ഈ ഈയിടെയായിട്ട് നിനക്ക് അഭിനയിക്കാൻ തീരെ പോരാ. ഇന്നറി പറഞ്ഞ തന്നെ സാധനം അത് കറക്റ്റ് ഫീലിൽ പറയാൻ പറ്റില്ല. ഓക്കേ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഷൂസോ പൂസോ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1 ഗോ. അങ്ങോട്ട് പോ, അവിടെ പോടി, അവിടെ പോ. കൊടുക്ക. ഇനി പോകാൻ പറ്റില്ല. ഈ ലൈനിന്റെ ഇപ്പുറത്തേക്ക് കിടക്കരുത്. അത് ഫൗളാ. വെരി ഗുഡ് ഡൈന. ഓക്കെ, അത് ലാസ്റ്റ് നോക്കാമേ. ഒരാൾക്ക് 2 പറ്റുള്ളൂ. ഒരാൾക്ക് 2 നാം 2 നമുക്ക് 2. അതാണ് ശരി. മെഡിക്കൽ ഓഫീസർ അങ്ങനെ പറഞ്ഞേ. കാണിക്കണം. രണ്ടെണ്ണത്തില് 3 ഇപ്പൊ ചെരുപ്പ് അടിച്ചു. കാലയിലെ ചെരുപ്പും കൂടെ ഊരിപ്പോയി. വെറും പൂസല്ല, കരിപ്പട്ടി. അനുഭവം കുറച്ചുകൂടെ പോ. എന്റെ പൊന്നനു, അവിടെ ചെന്നിട്ട് അടിക്കാനുള്ള അതവിടെ കിടക്കും. എനിക്ക് പ്രായമായി. നീ കുട്ടിത്തം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൂട്ടില്ല, ആളുകൾ സഹിക്കില്ല. എന്നടാ കാണിക്കണേ? അത് പോയി. വെരി ഗുഡ്. വിനീത് ബാച്ചിന്റെ ബ്രില്യന്റ് പ്രകടനമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഐശ്വര്യക്ക് ആ ചെരുപ്പ് എന്നിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കല്യാണത്തിനിടാ അത്. ഓ
പോയില്ല, അതവിടെ കിടക്കട്ടെ. ആ അടി ഐസ് ചോദിച്ചാ പിന്നെ പോകാതിരിക്കോ? എല്ലാം ഫോളാ. വെരി ഗുഡ് ടീമേ. അടുത്ത ഫൗളിനായി അടുത്ത കോമഡി എന്താ ഫൗൾ പൊന്ന്? പോരട്ടെ. ആ ലൈനിലേക്ക് കയറ്റിയെടുത്തി. വെരി ഗുഡ്. എടി ഇച്ചിരി കൂടെ നീക്കി വെച്ചാൽ നിന്നെ വലിയ ഓഫീസർ നിന്റെ ലോൺ മുടക്കി കളയുമോ? ആ ഇതെന്താ കാണിക്കണേ? ഇത് എത്ര പേര് അങ്കച്ചാ, ഈ പച്ച ഒരാൾ ആ ലൈനിലേക്ക് ചേർത്തെടുക്കാൻ കളിക്കാൻ പറ്റുള്ളൂ. ആ അത് തന്നെ. വെരി ഗുഡ്. അന്നാച്ചാക്ക വരെ കളിച്ചു. തങ്കച്ചാ നീ അയ്യോ തങ്കു പാവം. അയ്യോ സോറി മമ്മുക്ക പാവം. മനോജ് കെ ജയൻ ചേട്ടൻ പാവം. എന്തായാലും ഈ ഗെയിമില് ഒരു കാര്യം അഭിമാനത്തോട് ഞാൻ പറഞ്ഞോട്ടെ. അഭിമാനോ? മുക്കാൽ ഭാഗവും ഫൗളായിരുന്നു. അത് ഈ ടീമിൽ ഒന്നുകൂടെ കളിക്കണം. ഈ ടീമിൽ രണ്ട് ടീമും മോശമായിരുന്നു. എനിക്കിത് ഒരു കാര്യം പറയാനുണ്ട്. എടി അനു, ഈ 38 വയസ്സും വെച്ചിട്ട് 5 വയസ്സുള്ള പിള്ളേര് കളിക്കരുത്. നീ വലിയ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ചേട്ടന്റെ പ്രായം എന്തിനാ ഇവിടെ പറയണേ? ചേട്ടൻ 48 സോറി മറന്നുപോയി. ശരി, അപ്പൊ ഈ ഗെയിം എന്ത് ചെയ്യപ്പോ സംഭവിച്ചേ? ഹാഫ് ടൈം കഴിഞ്ഞപ്പോ തങ്കുന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് വെറും 8 പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. കാരണം ഹാഫ് ടൈം കഴിയുമ്പോൾ ബിനു അടിമാലിയുടെ ടീമിന് ലഭിച്ചിട്ടുള്ളത് just 6 points. അതിനാണ് അത്ര ബിൽഡപ്പ്. എന്തിനാ വിശ്വസിക്കാൻ പോയേ? ഈ ലീഡ് കഴിയുമ്പോ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് തങ്കുന്റെ ടീമാണ്. ലെറ്റ്സ് കണ്ടിന്യൂ അല്ലേ? Yes. സത്യസന്ധമായി ഞങ്ങൾ കളിച്ചു. ഈ അനു ഒക്കെ ഇങ്ങനെ കോമഡി ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ. എല്ലാ ചാനലുകാർക്കും ഒരു വെല്ലുവിളി അതൊക്കെ. അവൾ കുട്ടിച്ചക്ക അടിച്ചില്ല, കുട്ടി കാമഡി. അനു പന്തല്ലേ അടിച്ചത്. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് ഇനി ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോ ചൂസോ പൂസോ ആർക്കാ? തങ്കു അനുവാണ് കളിക്കാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ആദ്യം 8 ബോക്സ് ഏത് ടീമാണോ പ്ലേസ് ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കുക. ഓക്കെ, അനുവാണ് കളിക്കുന്നത്. ടീമിന് നല്ല പ്രതീക്ഷയുണ്ട്. ടീം ക്യാപ്റ്റൻ തൊഴുതുകൊണ്ടിരിക്കുകയാണ് അനുവിന്റെ. ഞങ്ങളുടെ ടീമിലെ മറഡോണേനെ ഞങ്ങൾ ഇറക്കിയേക്കാണ്. തുരുമ്പ്. ഞാൻ ജയിക്കും, കാരണം അവിടെ കോമഡി ആണ്. മറന്നോ? ഞങ്ങളുടെ ടീമിലെ എംബാപ്പയാണ് ഇറക്കിയേക്കണേ. എംബാപ്പെ ബിനീഷ് പാസ്റ്റിന്റെ ബുദ്ധി ഉപയോഗിച്ചു. ബുദ്ധി ആരും കേട്ടില്ല കേട്ടാ. പറഞ്ഞു ആരും കേട്ടില്ല. Count down please for Shuso. Uso. 3, 2, 1. അനു ഒരു സമയത്ത് ഒരെണ്ണം. അവിടെ കൊണ്ടുവന്നിട്ട് ഒറ്റ. ഓ മൈ ഗോഡ്, പോയില്ല. ഓ എംബാപ്പെ. മർഡോണ. അടിപൊളി. അനു കൊടുക്ക് പണി. എന്താ പൊന്ന്. മർഡോണ. ഞങ്ങളുടെ മറഡോണ പഞ്ചമായിട്ട് ഗോൾ പോസ്റ്റിലേക്ക് എത്തുകയാണ്. മർഡോണയുടെ രണ്ടാം ഗോൾ. മൂന്നാമത്തെ ഗോൾ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഗോൾ ഇതാ വീണ് കഴിഞ്ഞു. മറഡോണ ഗോൾ. കുഴപ്പമില്ല. വേമ്പോ. തങ്കച്ച. ഞങ്ങളുടെ നാലാമത്തെ മറഡോണ ഇത് വളരെ ഫോമിലാണ്. എംബാപ്പെ കടത്തി വെട്ടിക്കൊണ്ട് അതൊക്കെ കളിയിലുള്ളതാ. ഇത് എംബാപ്പയാണോ ആരുടെ വാപ്പയാണോ എന്ന് അറിയാൻ പാടില്ല. എംബാപ്പെ അങ്ങനെ മറഡോണയെ കടത്തി വെട്ടിക്കൊണ്ട് എംബാപ്പെ വിജയം കൈവരിച്ചിരിക്കുന്നു. പുറംതിരിഞ്ഞ് ഓഡിയൻസിനെ കളിയാക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടിത്തം തോറ്റിരിക്കുകയാണ്. അവിടുത്തെ കിളവിത്തം വിജയിച്ചു. അങ്ങനെ 38 വയസ്സുള്ള കുട്ടിത്തം തോറ്റിരിക്കുകയാണ്. അങ്ങനെ 68 വയസ്സായ അമ്മാവൻ ജയിച്ചിരിക്കുന്നു. അത് പോട്ടെ. ഇപ്പൊ കാണിച്ചത്, അതായത് ശിക്ഷ ഉണ്ടെങ്കിൽ ഇരട്ടി ശിക്ഷ കിട്ടേണ്ട കാര്യമാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് കളിച്ച എന്റെ ഗോൾ ആ പെട്ടി തട്ടി കൊണ്ടു കണ്ടില്ലേ. ലാസ്റ്റ് കൊടുക്കാം പണിഷ്മെന്റ്. അപ്പൊ ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്കുവാണ് ഫസ്റ്റ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് പക്ഷെ ഇവിടെ ഗെയിം തീരുന്നില്ല. അടുത്തതായിട്ട് കുറച്ചും കൂടെ മത്സരം കടുപ്പിക്കാൻ പോവാണ് ബിൻചേട്ടാ.
എന്നാ കടുപ്പിക്ക പൊടി ഇത്ര കയറ്റിയിട് കടുപ്പം കൂടണേ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഐഷു ആൻഡ് ജസീല. ഐഷുവിന്റെ 5 നഖം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹലോ, ഈ പ്രാവശ്യം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇറക്കുന്നു മെസ്സി. അങ്ങനെയാണ് ഞങ്ങളുടെ ടീമിൽ നടക്കുന്നു മേഴ്സി. മാസി. ഓക്കേ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതെ 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 ഞങ്ങളുടെ മേഴ്സി, മേഴ്സി. ഞങ്ങളുടെ മേഴ്സി. ഗോൾ 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 ഗോൾ. ശക്തമായ അതെ ഒരു ശക്തമായ മേഴ്സി. മേഴ്സി ഗോൾ പോസ്റ്റിലേക്ക് മാത്രം ലക്ഷ്യമിട്ട് മേഴ്സി അതാ പന്ത് മാറ്റി കടന്നുപോയി ഗോൾ അടിക്കുന്നു. നീലക്കുപ്പായമണിഞ്ഞ മേഴ്സി, നിങ്ങളിത് കാണുവിൻ, നിങ്ങളിത് കാണുവിൻ. സർവശക്തി ഇവിടുത്തെ പന്തുമായി സ്ലൈഡ് ഷോട്ട്, ഫാന്റാസ്റ്റിക് ഷോട്ട്. ഞങ്ങളുടെ വീട്ടിലെ അലക്കാരി ചേച്ചിയാണ് മേഴ്സി. മേഴ്സി ഞങ്ങളുടെ മേഴ്സി, മേഴ്സി. മുതുക്കൻ പാപ്പ കൊരങ്ങൻ മിനീഷൻ കാണിച്ചോ? അപ്പോ നമ്മൾ ഫൈനൽ റിസൾട്ട്സിലേക്ക് പോവാണ് ഈ റൗണ്ടില്. കൺഗ്രാറ്റുലേഷൻസ് ടു ജസീല. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ടീമിൽ നിന്ന് ജിഷൻ ചേട്ടൻ, അതായത് ഒരു ടീമിൽ നിന്ന് പെലെ ആൻഡ് ഓപ്പോസിറ്റ് ടീം ആരാണ്? ഞങ്ങളുടെ റൊണാൾഡോ. റൊണാൾഡോ. ഓക്കെ, സോ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഫൗളിൽ നീ ഇത് പറയേണ്ടി വരുവാ ഉള്ള കാര്യം. റൊണാൾഡോ 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 പതുക്കെ പോകാതെ. പതുക്കെ പതുക്കെ പതുക്കെ. നിന്നിലാണ് ഞങ്ങളെ പ്രതീക്ഷ. വേണ്ട, അവനെ വിട്ടേക്ക്, അവനെ വിട്ടേക്ക്, അവനെ വിട്ടേക്ക്, പോട്ടെ. ജിഷൻ പതുക്കെ പോയ ഓരോ ഇവിടെ മിസ്സായി. റൊണാൾഡോ റൊണാൾഡോ കാലിൽ പെട്ടിയുമായി. വേണ്ട വേണ്ട, അവനത് കളിക്കട്ടെ, നീ നിങ്ങോട്ട് പോ. പോടാ പോടാ. എടാ വേഗം കളിക്ക് കൃഷ്ണേ, വേഗം കളിക്ക. അത് കൊള്ളാം. അത് അയ്യോ, ഞങ്ങളുടെ പെട്ടി ഇതേ കളഞ്ഞേ. അപ്പൊ എന്തായാലും ലൈക്ക് ഈ ഒരു ടാസ്കില് ഇവർ തമ്മിലുള്ള റൗണ്ടില് ജിഷൻ ചേട്ടൻ 7 പോയിന്റ്സ് ആൻഡ് ടീം 6 പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ജിഷൻ ചേട്ടനാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഇറങ്ങാൻ വരുന്നു. രണ്ടിലും എ ഉണ്ട്. അന്ന ചാക്കോ ആൻഡ് അജൂബ് ഷാ. റൊണാൾഡീഞ്ഞോ. അപ്പൊ അന്ന റെഡിയാണ്, അജൂബ് ഷാ റെഡിയാണ്. എന്താവുന്ന നമുക്ക് നോക്കാം. റെഡി? 1, 2, 3 കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ആ സെന്ററിൽ കൊണ്ട് വെച്ചിട്ടടിക്കന്നെ. അവന്റെ ഓർണം പോയി, അവന്റെ ഓർണം പോയി. ഞങ്ങളുടെ റൊണാൾഡിഞ്ഞോ. സൂപ്പർ.
ആ ഓക്കെ അത് മാറ്റ് അതിൽ കേറൂല അടുത്ത്. ഞങ്ങളുടെ ശക്തമായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൊണാൾഡിഞ്ഞോ ചീഞ്ഞോ. എന്റെ അന്ന ഇത് ആർക്കടിച്ചു കൊടുക്കണത്? എന്റെ റൊണാൾഡിഞ്ഞോ. റൊണാൾഡിഞ്ഞോ തോപ്പിക്കാൻ വേണ്ടി ചുമ്മാ. ഓക്കെ, അജൂബ് ഷാ ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ള 5 പോയിന്റ്സ് ആണെങ്കിൽ അന്ന സ്കോർ ചെയ്തിട്ടുള്ള 4 പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ ഗെയിം കഴിയുമ്പോഴല്ല ഈ റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് അജൂബ് ഷാ ആൻഡ് ടീം. ലാസ്റ്റ് റൗണ്ടിൽ കളിക്കാൻ വരുന്നു റൊണാൾഡിഞ്ഞോ, സുമ ആൻഡ് ഡയാന. അടി ശൃംഗാരവേല. കൗണ്ട് ഡൗൺ പ്ലീസ്. എന്റെ നെയ്മറെ കേറൂ. 1 അടിയാ സുമേഷേ, നിന്നെ ഞാനുണ്ടല്ലോ പഴം തോട്ടത്തിട്ട് വെട്ടും. ഒരെണ്ണം മതിയുടെ 2 റൗണ്ട് ഉണ്ടാ. പോയില്ല. പക്ഷെ അടിച്ച് പാതള നിന്റെ ഇളപടി ഓടിക്കലേക്ക് ഞാൻ. ഡയാന, ഞാൻ കൊച്ചിനെ പട്ടോട്ട് വീഴിക്കരുത്. ഡയാന എങ്ങനെ സഹായിക്കുന്നടി ഇത്? അയ്യോ, ഞങ്ങളുടെ കൊച്ചിനെ പാദം പുറത്തു വന്നു. എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഓൾ ടോട്ടൽ പോയിന്റ്സ് നമ്മൾ എടുക്കുമ്പോ നമ്മള് പൂസോ എന്ന ഗെയിമില് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നമ്മള് പോയിന്റ് പറയുമ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. ബിനു ചേട്ടൻ സ്കോർ ചെയ്തിട്ടുള്ളത് 2 പോയിന്റ്സ് ആൻഡ് തങ്ക സ്കോർ ചെയ്തിട്ടുള്ളത് 3 പോയിന്റ്സ്. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഒരു കിഡ്ലൻ എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ചെറുതായിട്ട് ഇവിടെയായിട്ട് വയറിനൊരു വേദന ഉണ്ടോ? ഇല്ലേ? അത് കുറെ ചിരിച്ചിട്ട് വയറ്റിൽ നീര് വീണിരിക്കുക ഇല്ലേ? ഇവിടെ എന്തായാലും ക്ലൈമാക്സ് ശുഭം എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഉണ്ട് എന്ന് പറയണേ. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ 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 ഏകദേശം ഉണ്ടോ? ഇതായിരിക്കണം ഒരു ആർട്ടിസ്റ്റ്. എന്തായാലും കൺക്ലൂഷൻ ശുഭം. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഹാപ്പിനെസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. പോവാണോ? നമ്മൾ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ, അതുകൊണ്ടാ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്. സേയിങ് ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ് ടു യു. ബൈ.